when does a nature become a resource? One of the meaning of the word nature is the totality of life and non-life forms that are part of our environment but have not been created by humans. അതായത് മാനുഷികമായ ഇടപെടലുകളോ സൃഷ്ടികളോ ഇല്ലാതെ ജൈവവും അജൈവവുമായിട്ടുള്ള ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണൊരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് നേച്ചർ ഒരു റിസോഴ്സായി മാറുന്നത്? വെൻ ഡസ് നേച്ചർ ബിക്കം എ റിസോഴ്സ്? അതായത് പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു വച്ചിട്ട് ഒരു ന്യൂ തിങ്സ് മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു റിസോഴ്സ് ആവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രീ ആർ പാർട്ട് ഓഫ് ദ എൻവയൺമെൻറ്റ്. വെൻ വി കട്ട് ദം ആൻഡ് കൺവേർട്ട് ദർ വുഡ് ഇൻ ടു ഫർണിച്ചർ വി സീ ദ ട്രീ ആസ് എ റിസോഴ്സ്. ഇപ്പോൾ നമ്മളതിനെ അപ്പോൾ എന്തായിട്ട് കാണും? ആ ട്രീനെ റിസോഴ്സായിട്ട് കാണും. അതായത് നമ്മളതിൻ്റെ വുഡ് കൺവേർട്ട് ചെയ്ത് ഫർണിച്ചറാക്കുന്നു. അതുപോലെ സൺലൈറ്റ് ആണെങ്കിലോ, സൺലൈറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ഉപയോഗിച്ച് സോളാർ എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് അതൊരു റിസോഴ്സ് ആവുന്നത്, സൺലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ ആൻ എൻറ്റിറ്റി ടു ബി കോൾഡ് എ റിസോഴ്സ്, ഒരു എൻറ്റിറ്റിയെ നമ്മളിപ്പോൾ ഒരു ഘടകത്തെ നമ്മൾ വിഭവം എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടെക്നോളജിക്കലി ആക്സസബിൾ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ലഭ്യമാക്കാൻ പറ്റണം. ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ ഷുഡ് ബി ഇക്കണോമിക്കലി ഫീസിബിൾ. അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം എന്താണ്? സാമ്പത്തികമായിട്ട് അത് ലാഭകരവും പ്രായോഗികവുമാവണം. ആൻഡ് കൾച്ചറലി അക്സെപ്റ്റബിൾ, അതെന്താണ്? സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടും അതിനൊരു അംഗീകാരം ഉണ്ടാവണം. ഇനി ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന പദം ഇവിടെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എക്സ്ട്രാക്ഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് കൺസംഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇനി കൾച്ചറലി അൺആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം എന്താണ്? ലൈക്ക് കട്ടിങ് ട്രീസ് ഇൻ സേക്രഡ് ഗ്രോവ്സ്. സേക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ പരിപാവനമായിട്ട് വനപ്രദേശങ്ങൾ. അത് ഒരു കമ്മ്യൂണിറ്റി അവരുടെ ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു പോരുന്ന വനപ്രദേശങ്ങളാണ് പരിപാവനമായ വനങ്ങൾ. അവിടെ നിന്ന് നമ്മൾക്ക് ട്രീസൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കാവുകൾ. ഇനി അടുത്തത് എന്താണ്? എർത്ത് ഹാസ് ട്രഷേഴ്സ് മെനി ഓഫ് വിച്ച് ഹാവ് ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് വിച്ച് ഹ്യൂമൻ ഹാവ് ടേക്കൺ ആൻഡ് ലേൺ ടു യൂസ്. ഇപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്, നിധികൾ, സമ്പത്തുണ്ട്. അത് മനുഷ്യന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എടുത്തത് ഉപയോഗിക്കാനും മനുഷ്യന് പഠിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതിലെന്തൊക്കെയാണ്? ചിലത് നമുക്ക് അത്ര പ്രത്യക്ഷമാവില്ല, ചിലത് വളരെ പ്രത്യക്ഷമായിട്ടുള്ളതാണ്. അതെന്തൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ് മോസ്റ്റ് ഒബിയസ് വൺസ് ലൈക്ക് വാട്ടർ, എയർ ആൻഡ് സോയിൽ, ആൻഡ് ഓൾസോ നോട്ട് സോ ഒബിയസ് വൺസ് ലൈക്ക് കോൾ, പെട്രോളിയം, പ്രഷ്യസ് സ്റ്റോൺസ്, മെറ്റൽ ഓർ ടിമ്പർ എക്സെട്ര. ഇനി എന്താണ്? നേച്ചർ ഈസ് കൺസിഡേർഡ് സീക്രട്ട്. കുറേ ട്രഡീഷൻസ്, വേൾഡിൽ തന്നെയുള്ള കുറേ ട്രഡീഷൻസ് എങ്ങനെയാണ്? നേച്ചറിനെ വളരെ പരിപാവനമായിട്ടാണ് കാണുന്നത്, അല്ലേ? ആരാധിക്കുന്നുമുണ്ട് നേച്ചറിനെ. പിന്നെ നേച്ചറാണ് നേച്ചർ പ്രൊവൈഡ്സ് എവറിത്തിങ് എസെൻഷ്യൽ ഫോർ ലൈഫ്. അപ്പോൾ നേച്ചറാണ് നമുക്ക് എല്ലാം തരുന്നതും നമ്മളെ വളർത്തുന്നതും പരിപാലിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് നേച്ചർ ഈസ് എ നർച്ചർ ആൻഡ് നറിഷർ.